വചനദീപം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച പ്രാർത്ഥന, അത് ഗിരിപ്രഭാഷണങ്ങളിൽ നാം വായിക്കുന്നു. അതുപോലെ താൻ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ചെയ്ത മധ്യസ്ഥ പ്രാർത്ഥന, അതും വളരെ പ്രസിദ്ധമാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ തൻ്റെ ചില പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലം എഫെസോസിൽ ഉള്ള വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് 1-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദീർഘമായ വാചകത്തിലൂടെ പൗലോസ് വിവരിച്ചത്. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസവും സഹോദരന്മാരോടുള്ള സഹവിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹവും വളരെ പ്രസിദ്ധമായിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അത് പ്രസിദ്ധമാണ്, അവരുടെ സ്നേഹവും പ്രസിദ്ധമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ആന്തരികമായ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റമാണ്. എന്നാൽ അതിൻ്റെ പ്രകടമായ തെളിവ് വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടാണ് ഈ ലോകത്തിലുള്ള ആളുകൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് തിരിച്ചറിയുവാൻ പോകുന്നത്. എഫെസോസിലുള്ളവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കിയത് അവരുടെ സ്നേഹം കണ്ടിട്ടാണ്. അതിനുശേഷം പൗലോസ് തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും അവർക്കു വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥനയും പറയുകയാണ്. പൗലോസ് അവർക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മളും പല ആളുകൾക്ക് വേണ്ടിയും ഇടവിടാതെ പ്രാർത്ഥിക്കും. പലരും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എന്നാൽ പൗലോസ് എഫെസോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താൻ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എന്ന് വെച്ചാൽ പൗലോസിന് ഇഷ്ടമുള്ള, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു, അതിന് പൗലോസ് സ്തോത്രം പറയുന്നു. അവർക്ക് എന്തെങ്കിലും ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിച്ചതുകൊണ്ടോ ഭൗതിക വിജയം ലഭിച്ചതുകൊണ്ടോ അല്ല, മറിച്ച് അവർ ആത്മീകമായി വളരുകയും വിശ്വാസത്തിലും സ്നേഹത്തിലും വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്നറിഞ്ഞിട്ടാണ് താൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അതിനുശേഷം താൻ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതൊരു അനുഗ്രഹമായി, ഒരു വിഷായി താൻ പറയുകയാണ്. അതിൽ താൻ ആദ്യം പറയുന്നത്, നിങ്ങൾ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണം. പല തരത്തിലുള്ള ആത്മീക കഴിവുകളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്, ആത്മീയ വരങ്ങളെക്കുറിച്ച്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് 2 ആത്മീക വരങ്ങളാണ് ഞാൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അറിവിൻ്റെ ആത്മാവല്ല, പല ഇൻഫർമേഷൻസും നമുക്കുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത്, ആത്മീകമായ ജ്ഞാനമുള്ളവരായി നിങ്ങൾ തീരണം. രണ്ടാമത്, വെളിപ്പാടിൻ്റെ ആത്മാവ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, വെളിപ്പാടുകളില്ലാത്തയിടത്ത് ജനം നശിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആളുകൾ നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ആത്മാവ് ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനവും ഉണ്ടാകണം. പിന്നെ താൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അത് നമ്മുടെ പുറമേയുള്ള ദൃഷ്ടിയെക്കുറിച്ചല്ല പറയുന്നത്. ബാഹ്യമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം നമ്മുടെ മുമ്പിലുള്ളതൊക്കെ കാണും. എന്നാൽ ഹൃദയദൃഷ്ടി എന്ന് പറയുന്നത് ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് തങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നതെന്നാണ്. അവിടെ തന്നെ താൻ പറയുന്ന മറ്റൊരു കാര്യം, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പോൾ നാം പല തീരുമാനങ്ങളും എടുക്കുന്നത്, പല കാര്യങ്ങളും കാണുന്നത് ബാഹ്യമായി മാത്രമാണ്. എന്നാൽ അത് പോരാ. വിശ്വാസത്താൽ ഹൃദയ കണ്ണുകൊണ്ട് കാര്യങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കണം. കാണാത്ത കാര്യങ്ങളാണ് നിത്യമായവ. അപ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നാം നിത്യതയ്ക്കു വേണ്ടിയുള്ളത്, നിത്യമായ കാര്യങ്ങളെ കാണും. നമുക്കറിയാം, മനുഷ്യൻ്റെ ആത്മാവ് നിത്യമാണ്. നമ്മുടെ ശരീരം അത് നിത്യമല്ല, അത് നശിച്ചു പോവും. പിന്നീട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കും. എന്നാൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ച ഒരാൾ
ഭൗതികമായ കാര്യങ്ങളെക്കാൾ ഉപരി ആത്മീകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാവും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിത്യമായ കാര്യങ്ങളെ നിങ്ങൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ 18-ാം വാക്യത്തിൽ താൻ പറയുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും നിങ്ങൾ അറിയണം. നാം ഒരു കാര്യവും വെറുതെ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലാണ് നാം പല കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവവും അങ്ങനെ തന്നെയാണ്. ദൈവം നിങ്ങളെ വിളിച്ച് ദൈവത്തിൻ്റെ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി തീർത്തെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു ആശയുണ്ട്. ഒരു പ്രത്യേക കാര്യം നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുക എന്നത് സാമാന്യ മര്യാദയാണ്. അത് നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും ചെറിയ കാര്യമാണ്. ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് മനസ്സിലാക്കുക. ദൈവം നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ അതിന് മൈ കോളിംഗ്, എന്നെ ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്ന് പറയും. ഇത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മാനസാന്തരത്തോടനുബന്ധിച്ച് ഉള്ള സമയത്ത് തന്നെ ദൈവം പൗലോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ രാജാക്കന്മാർക്കും അധികാരികൾക്കും മുൻപിൽ ഒരു സാക്ഷിയാക്കും, എൻ്റെ ഒരു സാക്ഷിയാക്കും. ഇത് അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെ വിളിച്ചതിൻ്റെ ആശയാണ്. ദൈവത്തിൻ്റെ ആശ അതായിരുന്നു. ഈ കാര്യം പൗലോസ് ഒരിക്കലും മറന്നില്ല. പൗലോസിനെ അറസ്റ്റ് ചെയ്ത് വിസ്തരിക്കുന്ന സമയത്ത് പൗലോസിന് വേണമെങ്കിൽ സ്വതന്ത്രനായി പോകാമായിരുന്നു. പൗലോസ് പറഞ്ഞു, ഇല്ല, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കത് കാണാൻ കഴിയും. താൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ദൈവം തന്നെ വിളിച്ചതിൻ്റെ ആശ എന്താണെന്ന് പൗലോസിന് മനസ്സിലായതുകൊണ്ടാണ്. ആ കാര്യം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതായത് രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാകണം. റോമിലെ ചക്രവർത്തിയുടെ മുമ്പിൽ തനിക്ക് സാക്ഷിയാകണം. അതിനുവേണ്ടി താൻ മനഃപൂർവ്വമായി വിലങ്ങ് ധരിക്കുവാൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിൽ നമ്മളും ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. 12-ാം വാക്യത്തിൽ വീണ്ടും അവൻ്റെ മഹിമാധനം, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് എന്ന് നിങ്ങൾ അറിയണം. എന്ന് വച്ചാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു കാര്യത്തോടും താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന അവകാശം അത് ഈ ലോകത്തിലുള്ള ഒരു പ്രതിഫലവുമായും താരതമ്യം ചെയ്യാൻ പോലും സാധിക്കില്ല. 19-ാം വാക്യത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്ന് നിങ്ങൾ അറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നാണെങ്കിലും പണ്ട് കാലത്താണെങ്കിലും അവർ ബലഹീനരാണ്, കുലീനന്മാരല്ല, ശ്രേഷ്ഠന്മാരല്ല. എന്നാൽ അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിച്ചിട്ടുണ്ട്. അവർ ശക്തരായതുകൊണ്ടല്ല, മറിച്ച് അവരിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്താണ് ദൈവത്തിൻ്റെ ശക്തി? നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അതാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വെളിപ്പെടുവാനുള്ള സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ആ വാചകം തുടരുകയാണ്. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ മകുടോദാഹരണം. ആ ശക്തി എല്ലാ വിശ്വാസികൾക്കും ലഭ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി ഞാൻ ബലഹീനനാണ്, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിന് മുൻപ് ഈ വാക്യം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. നിങ്ങളെക്കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് സാധിക്കും. ഇതാണ് പൗലോസ്
എഫെസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അറിയിക്കുന്നവർ 0988221957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988221957. വചനദീപം